ഗുഡ് മോർണിംഗ്. ഹലോ ഫ്രണ്ട്സ്. നമ്മള് ഇന്ന് ലൈവ് പറയുന്നതേ വളരെ ചെറിയ ഒരു കാര്യം, പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ടതായ ഒരു കാര്യമാണ്. മനസ്സിലായോ? മറക്കൂ? ഇല്ല. അപ്പൊ നമുക്ക് അതെന്തുവാന്ന് പറയാം. വളരെ കൃത്യമായി പഠിച്ചോണം. പഠിക്കോ? അതെന്താ സംഭവം എന്ന് ചോദിച്ചാ, എങ്ങനെയാണ് പുസ്തകം വായിക്കുന്നത്? മനസ്സിലായോ? പുസ്തകം വായിക്കുന്ന ആ ശൈലിയല്ല പഠിപ്പിക്കുന്നത്. അത് വേണേ പിന്നെ ഞാൻ ഒരു ദിവസം പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പുസ്തകം വായന പല ആൾക്കാർക്കും രാവിലെ എഴുന്നേറ്റ നിങ്ങളിപ്പോ തന്നെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ നിങ്ങൾ എങ്ങനെ ചെയ്യുന്നേ? എന്തോ ഇനി അവരിപ്പോ ചെയ്യുന്ന പുസ്തകം വായനയാണോ അതോ അല്ല എന്തോ ഏതെങ്കിലും ഒരു സൈലത്തിന്റെ അങ്ങനെ എടുത്തിട്ട് ഒരു വീഡിയോ കേൾക്കുക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഫോണും യൂസ് ചെയ്യാം, പഠിക്കുവാന്ന് പറയുകയും ചെയ്യാം. ആ ഒരു തന്ത്രം അത് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള പിള്ളേര് ചെയ്യുമോ ഇല്ലയോ? ചെയ്യുമായിരിക്കുമോ? 100% ഉറപ്പാണ്. പഠിക്കുന്ന കുട്ടികൾ അത് ചെയ്യില്ല. നേഹ ഇന്ന് രാവിലെ ലിനിയോട് പറയുന്നത് കേട്ടു. എന്താ പറഞ്ഞേ? അപ്പൊ അമ്മ ഞാൻ പഠിക്കാൻ പോകും. പഠിക്കുന്നത് എന്തുവാ? ഫോൺ എടുക്കുക, വെച്ചിത് കേൾക്കുക. അങ്ങനെ കേൾക്കാനാണെ നിങ്ങൾക്ക് പുസ്തകം മൊത്തം ഓഡിയോ എടുത്തിട്ട് അങ്ങ് വേട്ടാ പോരെ. മനസ്സിലായോ? പുസ്തകം വായിക്കാൻപോ അപ്പം എന്താ പ്രശ്നമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പുസ്തകം എടുക്കുമ്പോൾ ഉറക്കം വരുന്നു, അല്ലെങ്കിൽ പുസ്തകം എടുക്കുമ്പോൾ തിരിച്ചു വെക്കാൻ തോന്നുന്നു. ഇത് ഇന്നത്തെ കുട്ടി ഒരു ഇൻട്രസ്റ്റ് ഇല്ല ഇന്നത്തെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ആ വാക്കിൽ നിന്നാണ് ഇത് പറയണമെന്ന് ഞാൻ വിചാരിച്ചേ. ഉടനെ തന്നെ ഞാൻ വിചാരിച്ചു, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ പുസ്തകം എടുക്കുമ്പോൾ ഉറക്കം വരുന്നു, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് തോന്നുന്നില്ല. അതിനെപ്പറ്റി പറയാന്ന് വിചാരിച്ചു. മനസ്സിലായോ? അതിന് ഞാൻ കുറെ സൈക്കോളജിക്കൽ കാര്യവും പറയാം, അല്ല നോൺ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യവും പറയാം. ഓക്കെ? അപ്പൊ സൈക്കോളജിക്കൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രശ്നം, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം നമ്മൾ ചെയ്യും. സംശയമുണ്ടോ? ചെയ്യുമോ? ചെയ്യും. അപ്പൊ ഒന്നാമത്തെ പ്രശ്നം, നമുക്ക് എന്തില്ല? ഇൻട്രസ്റ്റ് ഇല്ല. അപ്പൊ എന്താ വരണം? ഇൻട്രസ്റ്റ് വരണം. ഇൻട്രസ്റ്റ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഈ ചെറിയ ഒരു ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കുക. എന്താ ചെറിയൊരു ലക്ഷ്യം? അന്നേരം ഒന്നാമത്തെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒന്നാമത്തെ പുസ്തകം വായിക്കാനുള്ള ഒന്നാമത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചെറിയ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കണം. ഞാൻ എന്തിനാ? നമ്മുടെ മനസ്സിന് കൃത്യമായി പറയണം. രാവിലെ എഴുന്നേറ്റ് എപ്പോഴാ പുസ്തകം വായിക്കാൻ നല്ലത്? രാവിലെയാണോ വൈകിട്ടാണോ? രാവിലെയാണോ വൈകിട്ടാണോ പുസ്തകം വായിക്കാൻ നല്ലത്? പുസ്തകം വായിക്കാൻ എപ്പോഴും നല്ലത് ഫ്രഷ് മൈൻഡ് തന്നെയാണ്. വൈകിട്ടാകുമ്പോൾ ഉറക്കത്തിന്റെ സാധ്യത കൂടും. അല്ല, നിങ്ങൾ വൈകിട്ടാണ് പുസ്തകം വായിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴായാലും ഉറക്കം വായിക്കുന്ന തന്നെ നല്ലത്. എന്താ ഉറക്കം വായിക്കുമ്പോഴുള്ള ഗുണം എന്താണ്? എന്താ? ഒന്നും അറിയത്തില്ല. ഉറക്കം വായിക്കുമ്പോഴുള്ള ഗുണം എന്താ? നമ്മുടെ കോൺസെൻട്രേഷൻ കൂടും. പുറത്തുള്ള ശബ്ദങ്ങളിൽ നിന്ന് നമ്മൾ വ്യതിചരിക്കപ്പെടും. മനസ്സിലായി? അപ്പൊ നമ്മൾ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ചു. മനസ്സിലാവുന്നോ? എങ്ങനെ 5 മുതൽ എങ്ങനെ ഒരു 10 പേജ് വായിക്കാൻ തീരുമാനിച്ചു. ലക്ഷ്യം എന്തോ? ഇന്ന് 10 പേജ്. ഇന്നെത്ര? 10 പേജ്. നാളെ 12 പേജ്. മറ്റന്നാ അങ്ങനെ നമ്മൾ ആദ്യം എന്തായാലും ഒരാഴ്ച വായിച്ച് തുടങ്ങുമ്പോൾ എന്തായാലും നമ്മൾ ചെയ്ത് ഒരു ലക്ഷ്യം വെച്ചു, ഞാൻ 10 പേജ് വെച്ച് വായിച്ചിരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് തോറ്റുപോകും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ 10 പേജ് 20 പേജ് വായിക്കാൻ നേരം 10 ആകുമ്പോഴേ അങ്ങ് എഴുന്നേക്കാൻ തോന്നും. ഉടനെ പറയാൻ നീ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ചാൽ തോന്നും. ഈ രീതിയിലൊക്കെ ഞാനങ്ങ് ഇത് ചെയ്യും. അന്നേരം പിന്നെ ഇനി ചുമ്മാ ചാവണ്ട എന്ന് വിചാരിച്ചോണ്ട് ഞാനത് കംപ്ലീറ്റ് ചെയ്യും. മനസ്സിലാവുന്നു? ഇങ്ങനെയൊക്കെയായിരുന്നു ആദ്യം പുസ്തകം വായിക്കുമ്പോൾ ഞാൻ എന്റെ ഏറ്റവും വലിയ സംഭവം അതായിരുന്നു. അങ്ങനെ ഞാൻ ഒക്കുമായിരിക്കും. അപ്പൊ ലക്ഷ്യം സംഭവം സെറ്റ് ചെയ്യുക. ഈ വായിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ മനസ്സിലൂടെ ഇങ്ങനെ ചിത്രീകരിക്കണം. നിങ്ങൾ അതിലേക്കൂടി ഇങ്ങനെ കയറി പോകുന്നതായിട്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് എന്താണ്? വിഷ്വലൈസേഷൻ. എങ്ങനെ? വിഷ്വലൈസേഷൻ ചെയ്യണം. വിഷ്വലൈസ് ചെയ്യണം. മനസ്സിലാവുന്നു? അടുത്തതെന്ന് പറയുന്നത്, വിഷ്വലൈസ് ചെയ്യുമ്പം കഥ, സിനിമ ഇതൊക്കെ ഉണ്ടല്ലേ, അതേപോലെ വിഷ്വലൈസ് ചെയ്യണ്ടേ. മനസ്സിലാവുന്നോ? അടുത്ത എന്താ സംഭവം എന്ന് വെച്ചാൽ, സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇതൊക്കെ കാണോ, ചുമ്മാ എഴുതി വെച്ചേക്കുന്നതാണോ? മനസ്സിലാവുന്നോ? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ ഉച്ചത്തിൽ വായിക്കണമെന്ന് പപ്പ പറഞ്ഞു. ഇതൊക്കെ ഓരോ ടെക്നിക്സാ. അപ്പൊ കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ടോ എങ്ങനെ നമ്മൾ പഠിക്കണ്ടേന്ന്? മനസ്സിലാവുന്നോ നീയാക്കൂട്ടാ? ഈ വായന എന്ന് പറയുന്നതേ ചുമ്മാ അങ്ങോട്ട് എന്നാ വരത്തൊന്നുമില്ല. ഇതൊക്കെ ഓരോരുത്തർ ഇങ്ങനെയൊക്കെ കണ്ടുപിടിച്ചു വെച്ചേക്കുവാ പുസ്തകം വായിക്കാൻ വേണ്ടി. ഐഡിയ കിട്ടുന്നോ? എന്ന് പറഞ്ഞാൽ ആകർഷകമായ. അപ്പൊ ഈ പുസ്തകം ആദ്യം വായിക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? ഈ തത്വജ്ഞാനികൾ എഴുതിയ പുസ്തകം എഴുതി വായിച്ചു കളയരുത്. മനസ്സിലാവുന്നോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന പുസ്തകം മാത്രം വായിക്കുക. എന്താ?
നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരുന്ന പുസ്തകം വായിക്കാൻ പരമാവധി ശ്രമിക്കണം. അപ്പൊ എന്തോ സംഭവിക്കും? നമുക്കൊരു കാരണവശാലും പുസ്തകം വായിക്കുന്നതിനുള്ള വിരക്തി തോന്നുന്നില്ല. അല്ലെ, അദ്ദേഹം എന്നും വരും കോട്ടേജ്. അപ്പൊ എന്ത് ചെയ്യണം? പുസ്തകം വായിക്കുമ്പോൾ വേറെ ശ്രദ്ധിക്കേണ്ട എന്താ? ഇൻട്രസ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്കത് വായിക്കാൻ പിന്നെയും വായിക്കാൻ തോന്നുന്ന ടോപ്പിക്ക് തന്നെ എടുത്ത് എന്ത് ചെയ്യണം? വായിക്കാൻ ശ്രമിക്കണം. മനസ്സിലാവുന്നു? അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത്, വായിച്ചതിനെ പറ്റി പപ്പ ചെയ്യുന്ന ഒരു അടവ് കണ്ടിട്ടുണ്ടോ? പപ്പ വായിച്ചിട്ട് എന്തോ ചെയ്യും? ബുദ്ധിയുണ്ട് പറ. എഴുതി വായിച്ചാൽ ഞാൻ പോകുന്നേ, അല്ലാതെ ഞാൻ ആരോടെങ്കിലും അതങ്ങ് പറഞ്ഞു ഫലിപ്പിക്കും. മനസ്സിലായോ? നിങ്ങൾ പഠിച്ച കാര്യം എന്തോ ചെയ്യണം? വേറെ ആരോടും അങ്ങ് പറയണം. ഐഡിയ കിട്ടിയോ? ഇതൊക്കെ ഒരു സൈക്കോളജിക്കൽ. അപ്പൊ നോൺ സൈക്കോളജിക്കൽ ആയിട്ട് കുറച്ച് സൈക്കോളജിക്കൽ ആയിട്ട് കുറെ പോയിന്റ്സ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പുസ്തകമായി. എന്തായാലും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പുസ്തകം വായിക്കണം തോന്നണ്ടേ? അപ്പൊ എങ്ങനെയാണെങ്കിൽ നോൺ സൈക്കോളജി, പ്രായോഗികമായ രീതിയിൽ നിങ്ങൾ എങ്ങനെ പുസ്തകം വായിക്കും? മനസ്സിലാവുന്നു? നിങ്ങള് അതിനാ ഞാൻ പറഞ്ഞ രാവിലെ വായിക്കുന്നത് നല്ലതാണ്. എന്തോ രാവിലെ പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാ, ഈ വായിക്കുമ്പോ നണ്ടേ ഒരു കാരണവശാലും ജേക്കബ് നമ്മളെ വായിക്കുമ്പോ ഒരു കാരണവശാലും ആ തീന്മേശയെ പോയിരുന്ന് വായിക്കരുത്. അപ്പൊ നമ്മുടെ മനസ്സിൽ എന്താണെന്നറിയാം? അമ്മ ഇപ്പൊ കൊണ്ടുവരാം, അമ്മ ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവരാം. തീന്മേശ ഇരുന്ന് തിന്നുന്നവരാണെ കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോ എന്ത് ചെയ്യുമെന്നറിയാമോ? നമുക്ക് എന്തെങ്കിലും എന്ത് ചെയ്യും? ഇങ്ങനെ തിന്നണോന്ന് തോന്നും. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ ഒരു കാരണവശാലും എവിടെ പോയി ചെയ്യരുത്? നമ്മുടെ ഇതിന്റെ പേരെന്താ? കട്ടിലേ പോയിരുന്ന് പഠിച്ചാൽ എന്ത് ചെയ്യുന്നറിയാം? പതുക്കെ അങ്ങ് കിടന്നാ കൊള്ളാൻ തോന്നും. എന്തോ തോന്നും? ഇതാരുടെ മോള്? നിതിന്റെ ഇവിടാണോ? അമ്മാമ്മയുടെ ഇവിടാണോ? ആഹാ, അയ്യോ, എന്റെ കുഞ്ഞിനെ ആര് കൊണ്ടുവാ? കുഞ്ഞൊറ്റയ്ക്കാന്നോ ഇവിടെ? മോന്റെ പേരെന്താ? കൊച്ചിന്റെ പേരെന്താന്ന് പറഞ്ഞോടാ മാമേ. ജസ്രിയലെ പോട്ടെ ഞങ്ങള്. ടാറ്റ. മിടിക്ക്. അപ്പം എന്തുവായിരുന്നു പപ്പ വേറൊരു പോയിന്റ് പറഞ്ഞേ? തീന്മേശയിരുന്ന് കഴിക്കരുത്, കട്ടിലേ പോയിരുന്നു പഠിക്കാൻ പോരുന്നു. പലരും കട്ടിലേ പോയിരുന്ന പഠിക്കുമ്പോ നിവർന്നിരിക്കണം. എന്തോ നിവർന്നിരിക്കണം? അതൊരു പ്രധാനപ്പെട്ട പോയിന്റ്. എങ്ങനെ പഠിക്കുമ്പോ നിവർന്നിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. അതെന്തോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും? ഉറക്കം അടിക്കും. മനസ്സിലാവുന്നു? അടുത്ത എന്താന്ന് ചോദിച്ചാ, ഈ ലൈറ്റ് ഉണ്ടല്ലേ, നല്ല ലൈറ്റ് ഉള്ളിടത്ത് ഇരുന്നേ പഠിക്കാവൂ. മങ്ങിയ വെളിച്ചം നിങ്ങളെ ഉറക്കം കൂടുതൽ വരുത്താൻ ശ്രമിക്കും. മനസ്സിലാവുന്നു? അതുകൊണ്ടാണ് സിനിമയൊക്കെ കാണുമ്പോൾ തിയേറ്ററിൽ ഒരു മങ്ങിയ വെളിച്ചം ഇരിക്കുന്നത്. സിനിമ കൊള്ളത്തില്ലെങ്കിൽ ഇരുന്നവയെ ഉറങ്ങിയെങ്കിലും ചെയ്യട്ടെന്ന് വിചാരിക്കും. മനസ്സിലാവുന്നു? അതുകൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ ഉറക്കം കൂടും. പിന്നെ ചെറിയ ഇടവേളകളൊക്കെ പഠനത്തിന്റെ ഇടയ്ക്ക് നല്ലതാണ്. ഒരു 20 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ടീ ബ്രേക്ക് ഒക്കെ ആവാം, അല്ലെങ്കിൽ ഒരു ചെറിയ മ്യൂസിക് ഒക്കെ കേൾക്കാം. മനസ്സിലായോ? ആ വീട് അറിയാമോ? എന്റെ അമ്മ താമസിക്കുന്ന സ്ഥലമാണ്. അടുത്തെന്ന് പറഞ്ഞാൽ ചെറിയ ഇടവേള വേണമെന്ന് പറഞ്ഞില്ലേ, മോർണിംഗ് ഫ്രഷ് ടൈമിൽ പരമാവധി പുസ്തകങ്ങൾ വായിക്കാൻ ശ്രമിക്കണം. മനസ്സിലാവോ? അപ്പൊ നമ്മൾ എന്തോന്ന് വെച്ചാൽ, വായന എന്ന് പറയുന്നത് എന്താണ്? വലിയ ഒരു സംഭവമാണെന്ന് മനസ്സിലായോ? പിന്നെ ഒരു സാധനത്തെ മാറ്റി വെക്കണം. എന്താണ്? ഫോണ്. നിങ്ങൾക്ക് ഡിസ്റ്റർബ്ഡ് ആവുന്ന സാധനങ്ങളെല്ലാം മാറ്റി വെക്കണം. മനസ്സിലാവോ? ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു ഇതൊക്കെയെന്ന് പറഞ്ഞ ഒരു കോമൺ കാര്യങ്ങളാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി പറയാൻ പോകുന്നത് എന്തോന്നറിയാമോ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ പോയിന്റ്സ് ആണ്. നമ്മൾ 4-5 പോയിന്റ്സ് ആദ്യം പറഞ്ഞു. അതെല്ലാം കൂടെ വെച്ചിട്ട് കുറെ അധികം പോയിന്റ്സ് പറഞ്ഞുതരാം. ഒന്നാമതൊരു പോയിന്റ്, നമ്മൾ വായന തുടങ്ങുന്നതിന് മുമ്പേ നമുക്കൊരു ഇൻട്രസ്റ്റ് വരാൻ എന്ത് ചെയ്യണം അറിയാമോ? നമ്മളിപ്പം നടക്കുമ്പോഴും നമുക്ക് എന്തോ ഉണ്ട്? ഒരു ഗോൾ സെറ്റ് ഉണ്ട്. ഇത് നടന്നിരിക്കണം. മനസ്സിലാവുന്നോ? അപ്പൊ ഒന്നാമത് നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ ഇന്ന് ഞാൻ 10 പേജ് വായിക്കും എന്നുള്ളത് ഇല്ലാതെ ഞാൻ എഴുന്നേറ്റാ ഞാൻ എന്റെ ഡിഗ്രി തോറ്റുപോകും, അല്ലെ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് എഴുന്നേക്കണം. മനസ്സിലാവുന്നോ? ഇവിടെ കനാൽ റോഡ് കൃഷി ചെയ്യാൻ എവിടെ സ്ഥലമില്ലെങ്കിലും കനാൽ റോഡിലോട്ട് വെട്ടിപ്പൊളിച്ചുകൊണ്ട് വരും. അത് ശരിയുള്ള നടപടിയല്ല. അതുപോട്ട് രണ്ടാമത്തേന്ന് പറഞ്ഞ ക്യൂരിയോസിറ്റി. മനസ്സിലായോ? ഇന്ന് എന്താ വായിക്കാൻ പോകുന്നത്? ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റാ. മനസ്സിലാവുന്നോ? നമസ്കാരം. അതുപോലെ തന്നെ ക്യൂരിയോസിറ്റി നമ്മുടെ പഠനവുമായി, അതിനാന്ന് പറഞ്ഞ ക്യൂരിയോസിറ്റി ടെക്നിക്സ്. എന്തോ രണ്ടാമത്തെ പോയിന്റ് എന്താ? ക്യൂരിയോസിറ്റി. അപ്പൊ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു ഗോൾ സെറ്റിംഗ് വേണം, അതായത് ഇത്ര പേജ് വെച്ച് വായിക്കും. രണ്ടാമത് നമ്മൾ ക്യൂരിയോസിറ്റി ടെക്നിക്സിനെ പറ്റി പറഞ്ഞു.
മൂന്നാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് റീഡിങ്. ആക്റ്റീവ് റീഡിങ് എന്ന് പറയുമ്പോഴാണ് നീയാക്കൂട്ടം ചെയ്യുന്നതിന്റെ തൊട്ട് മൊത്തം അങ്ങ് വരച്ചിടരുത്, ഹൈലൈറ്റ് ചെയ്ത് പോകുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, വരച്ച് പോകുന്നത്. മനസ്സിലാവുന്നോ? അടുത്തെന്ന് പറഞ്ഞാൽ വിഷ്വലൈസേഷനാ. എന്താ, നിങ്ങളൊരു പുസ്തകം വായിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതവുമായിട്ട് അങ്ങ് തട്ടിക്കണം. എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതവുമായിട്ട് തട്ടിച്ച് കയറ്റി പോകണം. മനസ്സിലാവുന്നോ? അപ്പൊ അതൊരു പുസ്തകം വായന കൃത്യമാകാനുള്ള ഒരു പോയിന്റാണ്. പിന്നെ ഒരു അസോസിയേഷൻ മെത്തേഡ് ഉണ്ട്. അടുത്തെന്ത്? അസോസിയേഷൻ മെത്തേഡ്. എന്തോ അസോസിയേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പുതിയ അറിവിനെ പഴയ അറിവുമായിട്ടൊന്ന് കണക്ട് ചെയ്യണം. പഴയ ഒരു അറിവ് നിങ്ങൾക്കറിയാം, അതിനകത്ത് പുതുത് ആഡ് ചെയ്യണം. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് പഠിക്കും. മനസ്സിലാവുന്നു? വിഷ്വലൈസേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്തോ, നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റി വായിച്ച അതിനകത്തെ നായകനായിട്ട് നിങ്ങൾ അങ്ങ് പോണം. മനസ്സിലാവുന്നു? അടുത്ത സെൽഫ് എക്സ്പ്ലെയിനിങ് മെത്തേഡ് ഉണ്ട്. ഇതെന്താ, നിങ്ങൾ തന്നെ സ്വയം എന്ത് ചെയ്യണം, ഇതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായോ? പുസ്തകം വായനയെ പറ്റി പപ്പ ഇത്രയും പറയുന്നതിന്റെ കാരണം എന്തെന്നറിയാം? പുസ്തകം വായന ചെറിയൊരു കാര്യമാണോ? അല്ല. പുസ്തകം വായിച്ച് കൃത്യമായി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആൾക്കാർ പറയും പുസ്തകം അങ്ങ് വായിക്കാൻ പറയും. പുസ്തകം വായിക്കാൻ പറഞ്ഞാൽ വായിക്കാൻ പറ്റുമോ? ഇല്ല, ഒരുത്തനും വായിക്കാൻ പറ്റത്തില്ല. ഇതൊരു ചെറിയ സാധനമല്ല. അപ്പൊ ഓരോരുത്തരും ജീവിതത്തിൽ പുസ്തകമൊക്കെ വായിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അവരതിന്റെ മുന്നിൽ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ അടുത്തെന്ന് പറഞ്ഞാൽ ഒരു റിവാർഡ് സിസ്റ്റം. മനസ്സിലായോ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്ത് ചെയ്യണം, അതിനകത്തുനിന്ന് ഒരു റിവാർഡ് കിട്ടുന്നതായിട്ട് ഒരു പുരസ്കാര രീതിയിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ. മനസ്സിലായോ? അതായത് നമ്മളൊരു പുസ്തകം വായിച്ചാൽ നമുക്ക് അതിനോടൊരു എന്താ പറയുന്നേ, നമ്മുടെ ജീവിതത്തിൽ ഒരു അച്ചീവ്മെന്റിന്റെ ഭാഗമായിട്ട് ഇതിനെ കാണണം. ഇങ്ങനെ തിരിഞ്ഞു കിടക്കാം. മനസ്സിലാവുന്നു? എന്ത് പുസ്തകം വായിച്ചാലും എന്താണ് ഒരു റിവാർഡ് സിസ്റ്റം വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു അങ്ങനെ വരുന്നത് കൊണ്ട് നമുക്ക് എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്, എന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചോണ്ടും ചില റെസ്റ്റ് ഒക്കെ എടുത്ത് പുസ്തകമായി ചായ ഇറിറ്റേഷൻ വരുന്നതെല്ലാം മാറ്റിക്കളയണം. മനസ്സിലാവുന്നോ? അല്ലെന്നുണ്ടെങ്കിൽ ഉടനെ അങ്ങ് നമ്മളിപ്പോ എങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നേ, ഒന്നാമത് നിങ്ങളിപ്പം TV ഇങ്ങനെ എന്തിന്റെ പേര് ഫോണിലൂടെ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കിപ്പോ ഇങ്ങനെ ഒരു ഇറിറ്റേഷൻ മൂഡ് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ എന്തോ ചെയ്യും, കാർട്ടൂൺ എടുത്ത് കാണും, റീൽസിലോട്ട് പോകും. മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ പ്രശ്നം വലുതായിട്ട് വന്ന് ഭവിക്കുന്നത്. അത് ചെയ്യുന്നത് ശരിയാണോ? അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം, താല്പര്യമുള്ള വിഷയങ്ങൾ ആദ്യം വായിച്ചത് പഠിച്ചു പോകണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ, നിങ്ങൾക്ക് മടി വരാതിരിക്കാൻ. 21 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും പേജ് വെച്ച് അല്ലെങ്കിൽ 20 പേജ് വെച്ച് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് അത് നിങ്ങളുടെ ഒരു ഹാബിറ്റായി മാറുക. എന്തുകൊണ്ട് ആ ഹാബിറ്റ് പട്ടിക്കുട്ടിയെ കാണാൻ വന്നേ കേട്ടോ, ഹാബിറ്റായി മാറുകയാണ്. ആ ഹാബിറ്റ് വരുമ്പോ ഇൻട്രസ്റ്റ് അപ്പൊ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വായനയുടെ ശൈലി വരും. പിന്നെ അതങ്ങ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. മനസ്സിലാവുന്നോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ അങ്ങ് ചങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ചങ്ക്സ്. അതെന്താണെന്ന് അറിയാമോ? വലിയ പാരഗ്രാഫിനെയൊക്കെ ചെറുതാക്കി ഇങ്ങനെ ചെറുതാക്കി പഠിച്ചുകൊണ്ടിരിക്കണം. മനസ്സിലാവുന്നോ? ഇപ്പൊ തന്നെ എന്റെ കുഞ്ഞുണ്ടോ, പിന്നെ മൊബൈലിനകത്ത് ഇത് അതൊക്കെ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ മൈൻഡ് എൻഗേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. എന്താണ്, മനസ്സിനെ അവിടെ തന്നെ പിടിച്ചു നിർത്തണം. മനസ്സിലായോ? അങ്ങനെ ചെയ്യാൻ പറ്റണം. മൈൻഡ് എൻഗേജ്മെന്റ് ആക്കി കഴിഞ്ഞാലും ഒക്കെ നിങ്ങൾ എന്തോ ചെയ്യും, പുസ്തകം വായിക്കാൻ കുറച്ചുകൂടെ സമയം എടുക്കും. മനസ്സിലായോ? പിന്നെ അടുത്ത ഈ വേറൊരു കാര്യം, പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, പ്രിഡിക്ഷൻ മെത്തേഡ്. പ്രിഡിക്റ്റ് ചെയ്യത്തില്ലേ? പ്രിഡിക്റ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പേജ് ഇങ്ങനെ ആയിരിക്കും. പുസ്തകക്കാരന്റെ പ്രിഡിക്റ്റ് ചെയ്ത് പുസ്തകം എഴുതിയവന്റെ തലച്ചോറിലേക്ക് നമ്മൾ കയറുക. മനസ്സിലാവുന്നോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡിങ് അലൗഡ് ഞാൻ പറഞ്ഞു, ഉറക്കെ വായിക്കണമെന്ന് പറഞ്ഞാൽ മറ്റുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് അതെന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെന്ത് പറയുന്നത് പറഞ്ഞാൽ റീഡിങ് ടെക്നിക്സ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആ ബുക്കുമായിട്ട് ഉണ്ടാക്കണം. ആ പോകുന്ന കഥാപാത്രവും നിങ്ങളുമായിട്ട് എന്ത് ചെയ്യണം, ഒരു ഇമോഷൻ ഉണ്ടാക്കണം. മനസ്സിലായോ? എന്നിട്ട് നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ ഈ മനസ്സിനെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ, ആ തരത്തിലോട്ട് മാറ്റണം. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു മെന്റൽ ആൾട്ടർനെസ് ചെയ്യണം, ട്രെയിനിങ് അങ്ങനെ അങ്ങോട്ട് ആക്കി മാറ്റണം. പിന്നെ ഗെയിമിഫിക്കേഷൻ, ഇതൊരു കളിയായിട്ട്. മനസ്സിലാവുന്നു? ഒരു കളി എന്തുവാ, അതിനകത്ത് വായനയെന്ന് ഒരു കളി സെറ്റ് ചെയ്യാൻ എന്തോ ഉള്ളേ,
അതായത് ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു പുതിയ പുസ്തകം വായിച്ചു, അതിനകത്ത് നമുക്ക് 10 സെന്റൻസ് കിട്ടി. എന്താ കിട്ടി? 10 സെന്റൻസ് പുതിയ. അതൊരു വെള്ള പേപ്പറിൽ എഴുതി വെക്കുക, അല്ല ഒരു ബുക്കിന്റെ പേപ്പറിൽ എഴുതി വെച്ചു, എന്നിട്ട് അത് പഠിക്കുന്നു. മനസ്സിലാവുന്നു? അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇന്ന് ജി വരുന്ന വാക്കുകൾ മനസ്സിലായോ? ജി നേഹയുടെന്ന് ഈ പറയുന്നേ. അപ്പൊ ജി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 10 വേർഡുകൾ അന്ന് പഠിക്കുന്നു. മനസ്സിലായോ? ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ ഒരു ഗെയിമായിട്ട് അങ്ങ് കൺവേർട്ട് ചെയ്യുക, ഗെയിമിഫിക്കേഷൻ നടത്തുക. മനസ്സിലാവുന്നു? എന്നിട്ട് സെൽഫ് ടെസ്റ്റ് മെത്തേഡ്. ഇവിടെ മനസ്സിലാവുന്നു ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങനെയുള്ള 2 കൊച്ചുങ്ങളാ ഉള്ളേ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്ദബുദ്ധികളുടെ കൂട്ടാ പെരുമാറുന്നത്. മനസ്സിലായോ? അല്ല അതെന്തോ ആയിക്കോട്ടെ. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം അത്രയും ചോദിക്കുമ്പോൾ അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് ഇങ്ങനെ പറയുമ്പോഴും അവരോട് ഞാൻ ഒരു 50 വട്ടം പറയുന്നത് ഈ ക്യാമറയുടെ ഇതിനകത്തോട്ട് വന്ന് നിൽക്കുന്ന ഇങ്ങനെ. കാരണം എന്താ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചുമ്മാ ഒരു നടത്തിയ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ ഒരു സ്വപ്നമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ദിവസവും രാവിലെ ഇത് കേട്ടിട്ട് ആരെങ്കിലും ഒരാൾ, ഇന്നലെ നമ്മുടെ വൈരമൺ കാവിലെ പോറ്റി, മനസ്സിലാവുന്നു? ഇപ്പൊ ഞാൻ തന്നെ, നീ തന്നെ എന്താണെന്ന് അറിയാം, നിന്റെ ജീവിതത്തിൽ നിന്റെ വിജയത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തോ? നീ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി വിളിക്കുന്ന ആളാണ്. അപ്പൊ ഞാനിത് ക്യാമറയിലൂടെ നോക്കും. അപ്പൊ നീ അതിനകത്ത് നിന്ന് ഓടി അങ്ങോട്ട് മറിഞ്ഞു നിൽക്കുന്നു, അങ്ങനെ സേഫ് ആയിട്ട് അല്ലാതാവുന്നു. ഇങ്ങനെ ഓടി വിളിക്കും. നമ്മൾ ഇതിൽ നിന്ന് ഓരോരുത്തർക്കും ഇതെല്ലാം ഒരു സൈക്കോളജിക്കലി കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മള് ഇതിനെന്ത് ചെയ്യണം? എന്താ ഞാൻ പറഞ്ഞേ? എന്താ ഞാൻ പറയുന്നത്? മൊത്തോട്ട് നോക്കണം, എല്ലാവരും നോക്കണം. എങ്ങനെ പറഞ്ഞേ? അപ്പം നിങ്ങൾ ഇതിനകത്ത് കാണാൻ നേരം നിങ്ങൾ എന്ത് ചെയ്തു? അതിനകത്ത് മാറാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയാ മനുഷ്യർ മൊത്തം. അതുകൊണ്ട് കാര്യമില്ല. നിന്റെ ജീവിതത്തിൽ എനിക്കിത് വേണം, എനിക്കിത് പ്രയോജനം ചെയ്യുന്നു, ഇതിനു വേണ്ടിയാണ് എന്റെ അപ്പൻ രാവിലെ കിടന്ന് പറയുന്നത്. നാട്ടുകാർക്ക് മാത്രമല്ല, ഞാൻ മനസ്സിലായോ എന്ന് ചോദിക്കുന്ന ആരോടാ? നിങ്ങളോടാ. നിങ്ങൾ എന്താ അതിനകത്ത് മാറിപ്പോന്നു? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ എന്തോ പറയുന്നു, അതുപോലെ നാട്ടുകാരും കണ്ട ഒരാൾ മാറും. ഒറ്റ ഒരാൾ മാറിയാൽ മതി. നിങ്ങൾ ഈ പറയുന്നതിനോട് എനിക്കും രാവിലെ ഒന്നും പുസ്തകമൊന്നും വായിക്കാനൊന്നും തോന്നത്തൊന്നുമില്ല. ഇങ്ങനെ പിടിച്ച് നിങ്ങൾ പറയുന്നതിനോട് മൊബൈലിൽ നിന്ന് എനിക്ക് എടുത്താൽ പോരെ, എങ്ങനെ സ്ക്രോൾ ചെയ്യുമല്ലേ. നമ്മൾ ഈ ചാറ്റ് ജിപിറ്റിയോട് തന്നെ ഒരു സാധനം ചോദിക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ഒരു ദിവസം കേട്ടോ, ഓർത്തോട്, ഞാനൊരു സാധനം എടുത്തിട്ട് ഞാൻ തിരിച്ചൊന്നുകൂടെ ചോദിച്ചു നോക്കിയപ്പോൾ അത് ശരിയാ. എല്ലാം ശരിയാവണമെന്നില്ല. കാരണം എന്താ, അതിനകത്ത് ആയിരക്കണക്കിന് ഡേറ്റകൾ കയറി വരും. അതിനകത്ത് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും. സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലേക്ക് നമ്മൾ പിന്നെ പുസ്തകം വായിക്കാൻ പറയണം. സ്റ്റോറി മെത്തേഡിലേക്ക് ഒരു കഥയായി പുസ്തകത്തിനെ കാണാൻ പറ്റണം. ഞാൻ ഇത്രയും സീരിയസ് ഒരു മാറ്റർ പറയുമ്പോൾ അതുപോലെ തന്നെ പീർ ഡിസ്കഷൻ ഉണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്സുമായിട്ട് അത് ഡിസ്കസ് ചെയ്യണം. ഞാൻ ഇന്നലെ ഒരു പുസ്തകം വായിച്ചത് എങ്ങനെയാണ്, മനസ്സിലായോ? പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റൻഷൻ ട്രെയിനിങ്. അത് നമ്മൾ ആലോചിക്കണം. കുറച്ച് ടൈം ഇങ്ങനെ ശ്രദ്ധിക്കുക, അയാൾ എന്ത് പറഞ്ഞു, ഈ പുസ്തകം എന്താ പറഞ്ഞു വെച്ച്, അത് ഇന്നത്തെ കാലഘട്ടത്തിന് അനിവാര്യമാണോ, ഇങ്ങനെയാണോ ഇതിനെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നേഹ ഇപ്പൊ വിചാരിക്കും, നേഹയോടെ ഞാൻ അതാ പറഞ്ഞു, നേഹ മോളെ ഞാൻ ഒരു ദിവസം ഒരു ലൈവ് പറയാം, നിങ്ങൾ ഒരു ദിവസം ഒരു ലൈവ് പറ. ലൈവ് പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്രമാത്രം കോൺഷ്യസ് മൈൻഡ് ആവണം. അന്നേരം ഞാൻ നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾ എന്തോ ചെയ്യും? അതുകൊണ്ട് ഒരു 100 മീറ്റർ നടക്കത്തില്ലല്ലോ, അപ്പോഴത്തേക്ക് പുള്ളി എറിഞ്ഞു പൊട്ടിച്ചിട്ട് നിന്റെ പാട്ട് പോകും. ഞാൻ എന്നിട്ടും എന്താ അത് മൈൻഡ് ചെയ്യാത്തേ? ഞാൻ നിങ്ങളെ മാത്രമല്ല ഇതിലൂടെ കാണുന്നത്, ഇതിനകത്ത് ആയിരക്കണക്കിന് ആൾക്കാർ കാണുന്നുണ്ടാവും. ഇന്നലെ കിട്ട ലൈവ്, മിക്ക ലൈവും ഇപ്പം 10,000 പേര് പുറത്ത് കാണും. മനസ്സിലാക്കണം. പിന്നെ ഞാൻ എത്ര പോകുന്നെന്ന് നോക്കാറേ ഇല്ല. ഒരു 3-4 ദിവസത്തിൽ അത് 10,000 പേര് കാണുമ്പോൾ അതിൽ ഒരാൾക്ക് അറിവ് കിട്ടും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, എന്റെ ദൈവമേ, എനിക്ക് എന്റെ കൊച്ചുനാളിൽ ഇതിനെ ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ടൊന്നും പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും ഇതെന്റെ ഹൃദയം ഭയങ്കരമായിട്ട് വേദനിക്കും. കാരണം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ലിനി ആ സൈഡിൽ കൂടെ ഇങ്ങനെ ക്യാമറ വരാതിരിക്കാൻ അതിലേക്ക് കൂടെ കറങ്ങി പോകുന്നതാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ എന്റെ ഇപ്പുറത്തൂടെ പോകും. മനസ്സിലാവുന്നു? ഒരു മിനിറ്റ് എന്തെങ്കിലും കാണിക്കാൻ, 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് വരുമ്പോ ഇങ്ങനെ വരും. ഈ പറയുന്ന ഇത് ഞാൻ 25-20 മിനിറ്റോളം ഞാൻ ഇങ്ങനെ പറയും. ഞാനാ ഇങ്ങനെ കറക്കുന്നത്, അല്ലെ കാണുന്നവരോട് വരും, നിങ്ങളെ കാണിക്കണമെന്ന് ഞാനാ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഇതിന്റെ ഒരു ഫ്രെയിമിൽ വന്നതെന്ന് നിങ്ങൾ സംസാരിക്കുക. കാരണം എന്താ, മനുഷ്യന്റെ തലച്ചോറതാ. നിങ്ങൾ കോമൺസ് ആണോ ഇല്ലയോ എന്നുള്ളത്, നിങ്ങൾ സാധാരണക്കാരനെ പോലെയാണെങ്കിൽ നിങ്ങളുടെ തലച്ചോറ് അങ്ങനെ തന്നെ നിൽക്കൂ. നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ എന്നും നമ്മുടെ അപ്പന്റെ കല്ലറയിൽ വരും, തരത്തില്ലയോ? ആരും വരണമെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ ആരെങ്കിലും വിജയിച്ചത് കിടപ്പുണ്ടോ എന്നുള്ളത് എന്നും ഒരു ചോദ്യം. മനസ്സിലായി? നീ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് കടന്നാലും നിന്റെ കല്ലറ പോലും എന്ത് ചെയ്യും? എഴുന്നേറ്റ് നിന്ന് നിന്നെ സെല്ല് ചെയ്യും. മനസ്സിലായ? യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞ ആ സെൻസിലായിട്ട് നിങ്ങൾ കണ്ടു നോക്ക്. അദ്ദേഹം ജയിച്ചവനായതുകൊണ്ടാണ് എഴുന്നേറ്റത്. ഐഡിയ കിട്ടിയ? നിങ്ങൾ ജയിക്കാൻ പറ്റണം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ എന്തിന് ശരീരം തന്നു എന്ന് ചോദിച്ച ഒറ്റ ആൻസർ, എന്തിനാ? നിങ്ങൾ മരിച്ചാലും ജീവിക്കാൻ. എന്തിനാ? ഈ 100 വർഷമല്ല, 2000 വർഷമല്ല, 10,000 വർഷമല്ല, നിങ്ങൾ ഈ ലോകം ഉണ്ടാകുന്നിടത്തോളം കാലം, ഇനി വരുന്ന കാലത്ത്. പണ്ടൊക്കെ എഴുതി വെക്കാൻ പറ്റത്തില്ല. ഇനിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മരണം ഉണ്ടാകുകയില്ല. എങ്ങനെയാണെങ്കിൽ
നിങ്ങൾ ശരീരത്തിലിരിക്കുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ അറിവിനെ നിങ്ങൾ വലുതാക്കുന്നതനുസരിച്ച് നമ്മളിപ്പോൾ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, ഹിപ്പോക്രാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ കാണാൻ പഠിച്ച ജീസസ് ക്രൈസ്റ്റിനെ പറ്റിയും അങ്ങനെയുള്ള വാഗ്മിയെ പറ്റി, വ്യാസനെ പറ്റി, അതുപോലെ തന്നെ മുഹമ്മദ് നബിയെ പറ്റിയൊക്കെ ഇങ്ങനെ നമ്മൾ പഠിക്കുന്ന എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. കാരണം എന്താ, ഇതെല്ലാം ഉള്ളിടത്തോളം കാലം ഇങ്ങനെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന കാലത്ത് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുകയേ ചെയ്തിരിക്കണം. മനസ്സിലായോ? അപ്പൊ ഇതൊരു കൊച്ചു കേസാണോ? അല്ല. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ മോനെ ഇങ്ങനെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത് നിലനിർത്താൻ പറ്റുന്നുണ്ടോ? ഇല്ലാത്തത് എന്താണ്? ഈ അശ്രദ്ധ എന്ന് പറയുന്നത് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ടേക്ക് കെയർ. ഞാനിത് നിങ്ങളെ ഇങ്ങനെ എന്ത് പറഞ്ഞില്ല, ഇങ്ങനെ പറയാതെ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞോണ്ട്, ഈ വീഡിയോ കാണിക്കാതെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എതിർത്തേനെ. ഈ വീഡിയോ പറയുന്നതുകൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കത്തില്ല. കാരണം എന്താ, നിങ്ങൾ ഈ സമൂഹത്തെ ഭയപ്പെടുന്നു. ഞാൻ അങ്ങനെയല്ല, ഞാൻ തിരിച്ചാ. ഞാൻ എന്നെയാണ് ഭയപ്പെടുന്നത്. ഞാൻ ചെയ്യാതിരുന്നാൽ ദൈവമേ എന്ന് ഞാൻ ചിന്തിക്കും. താങ്ക് യു.